നമസ്കാരം. പതിറ്റാണ്ടുകളായി പശ്ചിമ ബംഗാളിലെ തെരുവുകളിൽ കേൾക്കുന്ന ഒരേയൊരു ശബ്ദമുണ്ട്: പ്രീണനം. വോട്ട് ബാങ്കിന് വേണ്ടി മതം നോക്കി ഖജനാവ് തുറന്നുകൊടുക്കുന്ന രീതി. ഈ കപട നാടകങ്ങൾ ബംഗാളിൽ അന്ത്യശ്വാസം വലിക്കുകയാണ്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ക്ഷേമ നയങ്ങൾ കേവലം അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റങ്ങളല്ല, ബംഗാളിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. ലക്ഷ്മീർ ഭണ്ഡാർ എന്ന പേരിൽ വോട്ട് കച്ചവടം നടത്തിയിരുന്നവർക്ക് തിരിച്ചടിയായി അന്നപൂർണ യോജന വന്നിരിക്കുന്നു. ഇനി വോട്ട് ബാങ്ക് അല്ല, യോഗ്യതയാണ് പ്രധാനം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബംഗാളിൽ കണ്ടുവരുന്ന ഒരു വിചിത്ര കാഴ്ചയായിരുന്നു മതപരമായ സ്ഥാപനങ്ങൾക്ക് വാരിക്കോരി നൽകുന്ന ധനസഹായം. ഇക്കൂട്ടർക്ക് വേണ്ടി മാത്രം പ്രത്യേക വകുപ്പുകൾ, ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേക ആനുകൂല്യങ്ങൾ, ഇവയൊക്കെയായിരുന്നു പഴയ ഭരണകൂടത്തിന്റെ ശൈലി. സാധാരണക്കാരന്റെ നികുതി പണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ചിലവാക്കുമ്പോൾ ബംഗാളിന്റെ യഥാർത്ഥ വികസനം ഇരുട്ടിലായിരുന്നു. എന്നാൽ മദ്രസകൾ ഉൾപ്പെടെയുള്ള മതത്തെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ സാമ്പത്തിക സഹായ പദ്ധതികളും മന്ത്രിസഭ ഔദ്യോഗികമായി നിർത്തലാക്കിയിരിക്കുന്നു. ഇതോടെ ആരുടെയും ഔദാര്യത്തിലല്ല, മറിച്ച് സ്വന്തം കഠിനാധ്വാനം കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് സർക്കാർ ഓരോ പൗരനെയും ഓർമ്മിപ്പിക്കുന്നു. ഇസ്ലാമിസ്റ്റ് പ്രീണനത്തിലൂടെ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന പഴയ തന്ത്രം ഇനി ബംഗാളിൽ വിലപ്പോവില്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതിയിലേക്ക് ബംഗാളിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ തീരുമാനം ചരിത്രപരമായ ഒന്ന് തന്നെയാണ്. സമൂഹം നന്നാകണമെങ്കിൽ കുടുംബം നന്നാകണം. എന്നാൽ ജനസംഖ്യാ സന്തുലിതാവസ്ഥയെ പോലും വോട്ടിന് വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് ഇക്കൂട്ടർ. 2ൽ കൂടുതൽ വിവാഹം കഴിക്കുന്നവർക്ക് ഇനി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന പ്രഖ്യാപനം സാമൂഹിക അച്ചടക്കത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നു. ഒരു വശത്ത് രാജ്യത്തിന്റെ നിയമം, മറുവശത്ത് മതപരമായ അനാചാരങ്ങളുടെ മറവിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ ഇനി രണ്ടും കൂടി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. സർക്കാർ ഖജനാവ് ആർക്കും തോന്നിയതുപോലെ കൊള്ളയടിക്കാനുള്ളതല്ല. പൗരബോധമുള്ള, ഉത്തരവാദിത്വമുള്ളവർക്ക് മാത്രമേ ഇനി ആനുകൂല്യങ്ങൾക്കുള്ള അർഹതയുള്ളൂ. ഇത് ഏതെങ്കിലും മതത്തിന് എതിരല്ല, രാജ്യത്തിന്റെ നിയമത്തിനും സാമൂഹിക കെട്ടുറപ്പിനും എതിരായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള കർശനമായ നിലപാടാണ്. അന്നപൂർണ യോജനയുടെ അപേക്ഷാഭൂമിയിലെ 8ാം പേജ് ഇപ്പോൾ പലരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. കുട്ടികളുടെ വാക്സിനേഷൻ നില വ്യക്തമാക്കണമെന്ന നിബന്ധന വളരെയധികം ലളിതമാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം വലുതാണ്. വരും തലമുറയുടെ ആരോഗ്യത്തെക്കാൾ വലുതല്ല വോട്ട് ബാങ്കുകൾ എന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. അതുപോലെ സർക്കാർ സ്കൂളുകളിൽ നിന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മദ്രസകളിലേക്ക് കുട്ടികളെ മാറ്റുന്ന പ്രവണതയ്ക്ക് തടയിട്ടിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തി അവരെ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നവർക്കിനി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. പഠിക്കണമെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ പഠിക്കണം, അല്ലെങ്കിൽ സ്വന്തം ചിലവിൽ പഠിക്കണം. അല്ലാതെ നികുതിദായകന്റെ പണം കൊണ്ട് മതം പഠിക്കേണ്ടതില്ല. ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് സ്ഥിരീകരിച്ച വ്യക്തികൾക്ക് സംസ്ഥാന ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് അർഹതയുമില്ല. ഇത് ബംഗാളിന്റെ അതിർത്തി സുരക്ഷയുടെ ഭാഗം കൂടിയാണ്. അയൽ രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി എത്തിയവർക്ക് സൗജന്യങ്ങൾ നൽകി സ്വന്തം പൗരന്മാരെ പട്ടിണി കിടന്ന രീതി ഇനി വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. ഈ നടപടി ബംഗാളിന്റെ യഥാർത്ഥ മക്കൾക്ക് നൽകുന്ന കരുത്തുറ്റ ഒരു സന്ദേശമാണ്. പഴയ ഭരണകൂടം ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിച്ചപ്പോൾ സുവേന്ദു അധികാരിയുടെ സർക്കാർ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നു. അന്ത്യോദയ എന്ന BJPയുടെ അടിസ്ഥാന ആശയത്തെ ബംഗാളിൽ നടപ്പിലാക്കുമ്പോൾ അവിടെ അർഹതയുള്ളവന് മാത്രമാണ് സ്ഥാനം. മതപരമായ വിവേചനമില്ലാത്ത, എന്നാൽ സാമൂഹിക അച്ചടക്കമുള്ള പുതിയൊരു ബംഗാൾ. അനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് വഴി ലാഭിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ റോഡുകൾക്കും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും പുതിയ തൊഴിലവസരങ്ങൾക്കും ഉപയോഗിക്കാം. ഇത്രയും കാലം ചിലരുടെ പോക്കറ്റിലേക്ക് ഒഴുകിയിരുന്ന പണം ഇനി സംസ്ഥാനത്തിന്റെ വികസനത്തിലേക്ക് ഒഴുകും. ഇതാണ് യഥാർത്ഥ വികസന രാഷ്ട്രീയം. ഇനി നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ഇക്കൂട്ടർ ഒച്ചവെക്കും. എന്നാൽ അതൊന്നും കാര്യമാക്കേണ്ടതില്ല. കാരണം ജനങ്ങൾ ഇന്ന് മാറ്റം ആഗ്രഹിക്കുന്നു. പ്രീണനത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ബംഗാൾ തയ്യാറെടുത്തു കഴിഞ്ഞു. അന്നപൂർണ യോജന വെറും ഒരു പേരല്ല, അതൊരു വിപ്ലവമാണ്. ആരോഗ്യമുള്ള, അച്ചടക്കമുള്ള, ഉത്തരവാദിത്വമുള്ള പൗരന്മാരുള്ള ഒരു പുതിയ ബംഗാൾ. പ്രീണന രാഷ്ട്രീയത്തിന് ചരമഗീതം പാടി വികസനത്തിന്റെ പുതിയ സൂര്യോദയം കൊൽക്കത്തയുടെ ആകാശത്ത് ഉദിച്ചു കഴിഞ്ഞു. വോട്ടല്ല, വികസനമാണ് വലുതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഭാരതം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ബംഗാളിലേക്കാണ്. പ്രീണനത്തെ പരാജയപ്പെടുത്തി വികസനത്തെ വിജയിപ്പിക്കുന്ന ബംഗാളിലേക്ക് മാത്രം. പതിറ്റാണ്ടുകളായി ബംഗാളിന്റെ രാഷ്ട്രീയ മണ്ണിൽ വേരുറപ്പിച്ച വോട്ട് ബാങ്ക് എന്ന അർബുദത്തെ വേരോടെ പിഴുതെറിയാൻ സുവേന്ദു അധികാരി സർക്കാർ നടത്തുന്ന ഈ നീക്കം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്.
പ്രീണന രാഷ്ട്രീയമെന്ന അജണ്ടയിൽ മാത്രം ഊന്നിയ മുൻകാല ഭരണകൂടങ്ങൾ മതപരമായ വിഭാഗീയതയെ വളർത്തിക്കൊണ്ടുവരികയും ഖജനാവിലെ പണം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി മാത്രം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ തകർന്നത് ബംഗാളിന്റെ വികസന സ്വപ്നങ്ങളായിരുന്നു. ഒരു പൗരന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ അവകാശങ്ങളെ മാത്രം മുൻനിർത്തി അമിത ലാളന നൽകി ഒരു ജനതയെ പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളിയിട്ട ഇത്തരം നയങ്ങൾ ബംഗാളിന്റെ സാമൂഹിക ഘടനയെ തന്നെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നിയമം എല്ലാവർക്കും ഒന്നാണെന്നും ഭരണഘടനയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ ഓരോ പൗരനും ബാധ്യതയുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പുതിയ ഭരണകൂടത്തിന്റെ നിലപാട്. മതപരമായ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന അനാവശ്യ ധനസഹായം വെട്ടിക്കുറയ്ക്കുക വഴി ഭരണകൂടം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇനി ബംഗാളിൽ പൗരത്വത്തിന് അതീതമായി ആർക്കും പ്രത്യേക പരിഗണന ലഭിക്കില്ല. പകരം രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ അവകാശമുള്ളൂ. മാത്രമല്ല, ഈ കർശനമായ വ്യവസ്ഥകൾ ബംഗാളിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയൊരു വിപ്ലവത്തിന് തന്നെ വഴി തുറക്കും. വാക്സിനേഷൻ നിർബന്ധമാക്കുന്നതിലൂടെയും പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിലൂടെയും ഭാവി തലമുറയെ ശാസ്ത്രീയമായ ചിന്താഗതിയിലേക്ക് നയിക്കാനുള്ള സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് ഇവിടെ പ്രകടമാകുന്നത്. കുട്ടികളെ മതപഠന കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അവരെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ചിന്താഗതികൾക്കെതിരെയുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണിത്. പുതിയ അപേക്ഷാ ഫോമിലെ വ്യവസ്ഥകൾ ജനസംഖ്യ അച്ചടക്കവും പൗരബോധവും ക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാന യോഗ്യതയായി മാറ്റുമ്പോൾ അർഹരായ പൗരന്മാർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് സർക്കാർ. വർഗീയമായ വേർതിരിവുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വികസനത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പാതയിൽ ബംഗാളിനെ മുന്നോട്ട് നയിക്കാൻ സുവേന്ദു അധികാരിയുടെ സർക്കാർ സ്വീകരിക്കുന്ന ഈ നടപടികൾ ഇത്രയും കാലം അർഹതയില്ലാത്തവർക്കായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപ ഇനി സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിക്കാൻ വഴിയൊരുക്കും. പശ്ചിമ ബംഗാളിന്റെ സാമൂഹിക ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിൽ ഇരുന്നവർ തങ്ങളുടെ വോട്ട് നിലനിർത്താൻ നടത്തിയ ഏറ്റവും വലിയ അനാചാരം മതത്തിന്റെ പേരിൽ ജനങ്ങളെ തരംതിരിച്ചു എന്നതാണ്. പതിറ്റാണ്ടുകളായി കൊൽക്കത്തയുടെയും ഗ്രാമങ്ങളുടെയും ഇടനാഴികൾ പുകമറയായി നിലനിന്നിരുന്ന പ്രീണന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഒരു ജനതയുടെ പുരോഗതിയെ തടയാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു. സർക്കാർ ഖജനാവ് എന്നത് പൊതുജനങ്ങളുടെ വിയർപ്പും നികുതി പണവുമാണ്. അത് ഇസ്ലാം വിഭാഗത്തിന്റെ പുരോഗതിക്കായി മാത്രം ഒഴുക്കിവിടുമ്പോൾ അർഹതപ്പെട്ട ഭൂരിപക്ഷ ജനത തഴയപ്പെടുകയായിരുന്നു. മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക വകുപ്പുകൾ രൂപീകരിച്ചതും സർക്കാർ സ്കൂളുകളിലെ കുട്ടികളെ മതപഠന കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാൻ കോടിക്കണക്കിന് രൂപ വാരിക്കോരി നൽകിയതും അവിടുത്തെ ഭരണകൂടം ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു. അത് കപട മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ഇത്തരം നടപടികൾ വഴി വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ വിഭാഗത്തെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താനും അവരെ പിന്തിരിപ്പൻ ആശയത്തിലേക്ക് തള്ളിവിടാനും സാധിച്ചു. വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റോഡുകളും ആശുപത്രികളും സ്കൂളുകളും നിർമ്മിക്കുന്നതിന് പകരം മതപരമായ പ്രീണനത്തിലൂടെ വോട്ടുറപ്പാക്കാൻ മാത്രം ശ്രദ്ധിച്ച ഭരണകൂടം ബംഗാളിനെ സാമ്പത്തികമായി പാപ്പരാക്കി. എന്നാൽ സുവേന്ദു അധികാരിയുടെ സർക്കാർ ഈ പഴയ കളിക്ക് കടിഞ്ഞാണിടുമ്പോൾ ഇത്രയും കാലം അർഹതയില്ലാത്തവർക്കായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഓരോ പൈസയും ഇനി ബംഗാളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ തൊഴിലവസരങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടും. ഈ മാറ്റം കേവലം ഒരു സാമ്പത്തിക ക്രമീകരണം മാത്രമല്ല, പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്ന സാമ്പത്തിക ചൂഷണത്തിന്റെ അവസാനം കൂടിയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ബോധം ഭരണകൂടത്തിന് തിരികെ ലഭിക്കുമ്പോൾ അത് ബംഗാളിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുകയാണ്. ഇനിയും മതത്തെ മുൻനിർത്തി ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാമെന്ന വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കുക. അതിനെ ബംഗാളിന്റെ പുതിയ ചരിത്രത്തിൽ അനുവദിക്കില്ലെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ തുല്യനീതിയിലേക്കുള്ള ഒരു മടക്ക യാത്രയാണ്. ഒരു രാജ്യം അതിൻ്റെ പൗരന്മാർക്ക് ക്ഷേമ പദ്ധതികൾ നൽകുമ്പോൾ പകരം പ്രതീക്ഷിക്കുന്നത് ആ രാജ്യത്തോടുള്ള കൂറും ഉത്തരവാദിത്വമാണ്. എന്നാൽ ബംഗാളിൽ കഴിഞ്ഞ കുറേ കാലമായി നടന്നിരുന്നത് ഇത്തരം ഉത്തരവാദിത്തങ്ങളെ പരിഹസിക്കുന്ന നടപടികളായിരുന്നു. പൗരത്വത്തിന്റെ കൃത്യമായ രേഖകളില്ലാത്തവർക്ക് വരെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി സൗജന്യങ്ങൾ നൽകിയപ്പോൾ യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാർ അവഗണനയുടെ പടുകുഴിയിലായിരുന്നു. അന്നപൂർണ യോജനയുടെ അപേക്ഷാ ഫോമിലെ ഓരോ വരിയും ഇപ്പോൾ സുതാര്യതയുടെ പാഠമാണ് പഠിപ്പിക്കുന്നത്. വാക്സിനേഷൻ എടുക്കാത്ത മാതാപിതാക്കൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുക എന്നത് കേവലം ഒരു നിയന്ത്രണം മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയിൽ സർക്കാർ കാണിക്കുന്ന കരുതൽ കൂടിയാണ്. കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മതപരമായ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതയെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നു. ജനസംഖ്യ അച്ചടക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ബംഗാളിന്റെ ഭാവിയിലേക്കുള്ള കരുതൽ കൂടിയാണ്. 3 വിവാഹം കഴിച്ചവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് സാമൂഹികമായ ഒരു അച്ചടക്കം കൊണ്ടുവരാൻ സഹായിക്കും. പൗരത്വ നിയമത്തിന്റെ അന്തസ്സത്ത നിലനിർത്താൻ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ക്ഷേമ പദ്ധതികൾ നിഷേധിക്കുന്നത് ബംഗാളിന്റെ അതിർത്തി സുരക്ഷയ്ക്ക് കൂടി അത്യന്താപേക്ഷിതമാണ്. നികുതിദായകന്റെ പണം അർഹതപ്പെട്ട പൗരന്മാരിലേക്ക് മാത്രം എത്തുമെന്ന് ഉറപ്പാക്കാൻ സർക്കാർ കാണിക്കുന്ന ഈ ജാഗ്രത സംസ്ഥാനത്തെ യഥാർത്ഥ പൗരന്മാർക്ക് നൽകുന്ന വലിയൊരു ആത്മവിശ്വാസമാണ്.
ഒരു ജനത ആരോഗ്യവാനും ഉത്തരവാദിത്വമുള്ളവനുമാകുമ്പോൾ മാത്രമേ ആ നാട് വികസനത്തിന്റെ പാതയിൽ മുന്നേറുകയുള്ളൂ. ഈ ഒരു പുതിയ സാമൂഹിക കരാർ ബംഗാളിനെ പ്രീണനത്തിന്റെ വിഷച്ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയതയുടെയും വികസനത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്നു. ഇനി ബംഗാളിൽ നിയമം എല്ലാവർക്കും ഒന്നാണ്. ആരെയും പ്രീണിപ്പിക്കേണ്ടതില്ല. എന്നാൽ എല്ലാവരെയും തുല്യരായി കണ്ട് വികസനം എത്തിക്കും. ഈ ഒരു മാറ്റം ബംഗാളിനെ ഭാരതത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുമെന്ന ഉറച്ച ചുവടുവെപ്പാണ്. പ്രീണന രാഷ്ട്രീയത്തിന്റെ വേരറുക്കുന്നതിലൂടെ ബംഗാളിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനും ഭാവി തലമുറയ്ക്ക് കൂടുതൽ സുരക്ഷിതത്വവും വികസിതമായ ഒരു നാട് സമ്മാനിക്കാനും പുതിയ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ചുരുക്കത്തിൽ തെറ്റായ നയങ്ങളെ തിരുത്തിക്കൊണ്ടും സുതാര്യമായ ഭരണക്രമം ഏർപ്പെടുത്തിക്കൊണ്ടും ബംഗാളിനെ ഭാരതത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള ഉറച്ച ചുവടുവയ്പ്പാണിത്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.